بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാർ, മറ്റോടെ ഒരുമിച്ച് കൂടിയ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ജീവികളും മരണത്തിൻ്റെ രുചി നോക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ഒരാളും ബാക്കിയാകാറില്ല. അങ്ങനെ ആരെങ്കിലും ബാക്കിയായിട്ടുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന താജ്ദാരെ മദീന അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാക്കിയാവുമായിരുന്നു. പക്ഷേ ഇന്ന് ആ നേതാവും ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാം എങ്ങനെയാണ് ബാക്കിയാകാറുള്ളത്? അങ്ങനെ മരിച്ചതിന് ശേഷം ഖബറെന്ന ഭയാനകമായ വീടുണ്ട്. അതല്ലേ ആ ഖബറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട തഅ്വ ഉസ്താദ് അവர்கள் എഴുതി വെച്ച അർത്ഥഗംഭീരമായ വരികളുണ്ട്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ, മെടക്ക് പകരം ആളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാനാ. ശവപ്പെട്ടിൽ മണവാളൻ ഒരുങ്ങുന്ന ആഭാസങ്ങളെ ലോകത്ത് ജീവിക്കുന്ന കൂട്ടുകാരാ, ഖബർ നമ്മുടെ മനസ്സിനെ ഏലക്കുന്നുണ്ടോ? ആറ്റുനോറ്റ് പോറ്റിയ ഉമ്മാനെ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അതാ മാളത്തിന്റെ ഉള്ളിൽ കിടത്തി മൂടുകല്ല് വെച്ച് മണ്ണ് വലിച്ചിട്ട് വന്ന് ആ വീടിന്റെ അകവരും അവൻ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഓർത്തിട്ടുണ്ടോ? ആ സ്ഥലത്തെ കുറിച്ചുള്ളൊരു ആലോചന നമ്മുടെ കൽബിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ മരിച്ചതിന് ശേഷം ഒരു മയ്യത്തിനോട് ആദ്യമായി സംസാരിക്കുന്നത് അത് ഖബറാണെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല മയ്യത്തിനോട് ഖബർ അഹ്ലൻ വസഹ്ലൻ വമർഹബാ എന്ന് ഖബർ സ്വാഗതം ചെയ്യുന്നു. ഒരു പക്ഷേ മോശപ്പെട്ട തമ്മാടിയായിട്ടുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യൂല. നിനക്ക് നാശമാണ്, നിനക്ക് പരാജയമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സിനിമാ നടന്മാരെയും സ്പോർട്സ് താരങ്ങളെയും പ്രേമിച്ച് അവരവരുടെ ആഭാസങ്ങളെ നിങ്ങളുടെ ഡ്രസ് കോഡിയിലും നിങ്ങളുടെ മേനിയിലും നിങ്ങളുടെ തലമുടിയിലും അവലംബിച്ച് ജീവിക്കുന്ന യുവാവേ, നിങ്ങളുടെ ഖബറിലേക്ക് ഒരു കാമുകിയും വരില്ല, ഒരു സിനിമാ നടനും വരില്ല, ഒരു സ്പോർട്സ് താരനും വരില്ല. മറിച്ച് നിങ്ങളുടെ ഖബറിലേക്ക് മലക്കാനി അസ്വദാനി അസ്റാകാനി മുൻകർ നകീർ എന്ന കറുത്ത മലക്കുകൾ വരാനുണ്ട്. അവിടുത്തെ കണ്ണുകൾ പൂച്ച കണ്ണുകളാണ്. കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന കോലത്തിലാണ് വരുന്നത്. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിൽ മരണത്തെ കുറിച്ച് പറയുമ്പോഴും നരകത്തെ കുറിച്ച് പറയുമ്പോഴും ഉസ്മാൻ തങ്ങൾ കരഞ്ഞിട്ടില്ല. പക്ഷേ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ കരയുകയാണ്, പൊട്ടി കരയുകയാണ്.
ഇത് കണ്ടുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തിനാണ് ഉസ്മാൻ തങ്ങളെ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ അത്രമാത്രം കരയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ഉസ്മാൻ തങ്ങൾ മറുപടി കൊടുക്കുന്നു, ഹിയ അവ്വലു മൻസിലു വ മനാസിലിൽ ആഖിറ. ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞാൽ പിന്നെ ആഖിറത്തിന്റെ ആദ്യത്തെ വീടാണല്ലോ ഖബർ എന്നുള്ളത്. ആ ഖബറിൽ, ഇരുട്ടുകൂടിയ ഖബറിൽ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കേണ്ടത്. അത് ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞുപോയി. അങ്ങനെയായിരുന്നു സ്വഹാബത്തൊക്കെയും, അങ്ങനെയായിരുന്നു പ്രവാചകന്മാരൊക്കെയും. ഫബകാ ബുകാൻ ശദീദാ. ആ ഖബറിനെ ഓർത്തുകൊണ്ട് പൊട്ടി പൊട്ടി കരയുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാര പുത്രിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ഖബറിനകം കിടത്തുമ്പോൾ അതാ വിടുന്നതാ സ്വഹാബത്ത് പറയുന്നു, അല്ലയോ ഖബറേ, നീ സൂക്ഷിക്കണേ. ഈ നിന്റെ അരികിലേക്ക് വരാൻ പോകുന്നത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാര പുത്രിയാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണേ. അപ്പോൾ ഇത് കേട്ട് ഖബർ പറയുന്നു, ലോകത്തിന്റെ ഏത് വലിയ ആളാണെങ്കിലും, ഏത് രാജാവിന്റെ ആളാണെങ്കിലും, ഏത് മന്ത്രിയുടെ ആളാണെങ്കിലും ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ചിട്ടുണ്ടോ, അവർക്കിവിടെ രക്ഷയുണ്ട്. നാം മനസ്സിലാക്കണം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് കിടത്തുമ്പോൾ അത്തരത്തിലുള്ള മറുപടിയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്? ബർസഖിയായ ജീവിതത്തിനെ കുറിച്ച് ഓർക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കുമാരാകട്ടെ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കുമാരാകട്ടെ. ഇത് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിനെ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.